ബ്യൂട്ടിഫുൾ പ്ലേസ്. ദുബായിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ദുബായ് ഇസ് ബ്യൂട്ടിഫുൾ. നമ്മൾ ദുബായിക്ക് പോവാണ്. 2 ദിവസമായില്ല ദുബായിക്ക്, ഇന്നും കൂടി ചങ്ങന്മാരെ അങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അസുറ്റി പറഞ്ഞ പോലെ നമ്മൾ ദുബായിക്ക് നൈറ്റ് ഡ്രൈവിംഗ് പരിപാടി ആട്ടെ ചങ്ങന്മാർ. എന്ത് രസം രാത്രി കാണാൻ. ദുബായ് വേറെ ലെവലാണ്. ഈ ഫുള്ള് ലൈറ്റും വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ജഗ പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസക്കാരൻ കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ദുബായിക്ക് രാവിലെ പോയി ഫോട്ടോ എടുത്ത് റിട്ടേൺ പോണ പരിപാടി നിർത്തിക്കാളി. രാത്രി അതിനെക്കാട്ടി അടിപൊളിയാട്ടോ ചങ്ങന്മാർ. അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് 9 മണിക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. വിശ്വാസക്കാരൻ കഴിഞ്ഞിട്ട് ഇറങ്ങി നേരെ വിട്ട് അങ്ങോട്ട് ദുബായിക്ക് ഒരു 10:30 ആകുമ്പോൾ അവിടെ എത്തിയ പോലെ തന്നെ അവിടെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പോയത് എവിടെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകുമ്പോൾ കാഴ്ചകൾ എവിടെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അബ്രേ പോകും. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ദിറംസിൽ നമുക്ക് ബോട്ട് സർവീസ് ഉണ്ടല്ലോ സംഭവം. അത് അടിപൊളിയാട്ടോ. അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 1 ദിറംസിൽ നമ്മൾ അങ്ങോട്ട് കിടക്കില്ല ഇങ്ങോട്ട് കിടക്കില്ല ഒരു ജഗ പോകാം. 12 മണി വരെ ഉണ്ട്. അങ്ങോട്ട് പറഞ്ഞ വലിയ ബോട്ട് സർവീസ് മാത്രമേ ഉള്ളൂ. എന്താ പറയാ 11 മണി വരെ ഉള്ളൂ. വലിയ ബോട്ടുകളൊക്കെ 12 മണി വരെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഷിപ്പിൽ നമ്മള് പോവുട്ടാവും. വാട്ടറിലെ ഷിപ്പ് എവിടെ ഉണ്ട്, നമ്മൾ ഏത് ഷിപ്പിലാ പോണെന്ന് നമുക്ക് അറിയില്ല. വെള്ളത്തിൽ ഇങ്ങനെ നീന്തി പോകും ഷിപ്പിൽ. ഞങ്ങൾ ഷിപ്പിൽ എത്തിയിട്ട് നമുക്ക് പറയണ്ട് ബാക്കി സാധനങ്ങൾക്ക്. ബൈ ബൈ. ഷിപ്പിക്ക് പോവാണേ ബൈ ബൈ. പകല് മാത്രം ആസ്വദിച്ചൊരു കാര്യം ഇടക്ക് നെയ്റ്റൊക്കെ പോയിന്ന് അവിടെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഫുള്ള് മറ്റേ ജോബുള്ള ആൾക്കാരാട്ടോ. അവർ അങ്ങോട്ട് കൊണ്ട് പാസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നല്ല സുഖമാണ്. ആ ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളിയാണ്. അവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്തേക്ക് പോകാൻ വെറും 1 ദിറംസ് ഉള്ള ചെങ്ങന്മാർ. അതല്ല നമ്മള് ഫുള്ളായിട്ട് കറങ്ങണമെങ്കിൽ 30 ദിറംസ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ചെങ്ങന്മാരെ. ഇവിടെ കുറെ ഫിഷ് ഉണ്ട് കേട്ടോ. ചില ആൾക്കാര് ഫിഷിനെ കിട്ടാൻ ഫുഡൊക്കെ ഇട്ടെടുക്കുന്നു. അവിടെ എത്തി അതിന്റെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫർദൊക്കെ എടുക്കണമെങ്കിൽ ചെറിയ പൈസ ഉള്ളൂ ചെങ്ങന്മാർ. 75 അങ്ങനെ ആ റേറ്റ് കാര്യങ്ങളുള്ളൂ. നല്ല നല്ല കളക്ഷനുള്ള സംഭവങ്ങൾ. അതേപോലെ ഊത് അതേപോലെ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ പൊരിക്കടി അടിപൊളി പൊരിക്കടി ഉണ്ട് ചെങ്ങന്മാരെ. ഒരു കൗതുകത്ത് പുറത്താണ് നമ്മളെ പാനിപ്പൂരി ഓർഡർ ചെയ്തത്. അതെ പറഞ്ഞിട്ട് ചെറിയ അവൾക്ക് വല്ല നേക്കില്ലാന്ന് തോന്നുന്നു. നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ വിട്ടിട്ട് നമ്മള് 1 ദിറംസ് എടുത്ത് വീണ്ടും അപ്പുറത്ത് അങ്ങനെ ടോട്ടൽ 12 ദിറംസ് നമുക്ക് വന്നിട്ടുള്ളത്. നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി സംഭവം. അവിടുന്ന് നേരെ നമ്മൾ രാവിലെ കണ്ട ദുബായ് അല്ല എന്ന് പറഞ്ഞിട്ട് രാത്രി കൊണ്ടുപോയിട്ട് നമ്മൾ ബുർജ് ഖലീഫ കാണിച്ചു കൊടുത്തില്ല. ഇപ്പൊ എന്തൊക്കെ കാര്യമുള്ളത് ചെങ്ങന്മാർ. ആ ലൈറ്റും കാര്യം അതിനിടയിൽ നമ്മൾ ഫ്രെയിമിന്റെ അടുത്ത് കൂടെ പോയിട്ട് അവിടെ നിന്ന് 2-3 ഫോട്ടോ എടുത്തിട്ട് അടിപൊളി ഫോട്ടോ. നല്ല ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫോട്ടോ എടുത്ത് കുറച്ച് വീഡിയോസുള്ള കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ വിടാൻ പോയി എടുക്കുന്നതായിരുന്നു ദുബായ് മാണ്ട് ഉള്ളിക്കാട്ടെ. അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ ഏരിയ ആട്ടെ. നമുക്ക് ഇതിൽ എന്ത് മനസ്സിലായി? പകലിൽ കാണുന്ന മാരില്ല രാത്രി കാണുന്നത്. നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മ്യൂസിയം കാണുന്ന കോരം നോക്കി എന്ത് ഭംഗിയാന്നായിരിക്കും. വല്ലാത്ത ജാതി സംഭവം കേട്ടോ. അവിടെ നിന്ന് നേരെ വിട്ട് കൊടുക്കുക ദുബായ് മാളിന്റെ ഉള്ളിൽ. അതിനുള്ളിൽ കാഴ്ച കണ്ടു. അതിനുള്ളിൽ എത്തിയപ്പോ തന്നെ